എനിക്കിപ്പോ ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ട്. ആനയെ കിട്ടുമോ നോക്കിയാലോ? ആനയെ കിട്ടിയില്ലെങ്കിലും അതുപോലെ വയറ് നിറച്ചെന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കാം. വാ. ഈ സമയത്താട്ടോ ഞാൻ ഷോപ്പിലോട്ട് വന്നത്. അപ്പൊ നമ്മുടെ ഷോപ്പ് ഞാൻ ആദ്യം കാണിച്ചു തരാം. നമ്മുടെ ഷോപ്പിന്റെ കാര്യം കേട്ടോ എവിടെയാണെന്ന് അറിയത്തില്ലേ, കുറെ എല്ലാവർക്കും അറിയാം ലൊക്കേഷൻ. എന്നാലും ഞാൻ പറയാം, അബുദാബി മുസഫ ഷാമിയ 11 നമ്മുടെ ബെനിയസ് ബൈക്കിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞങ്ങൾക്ക് എപ്പോ വിശന്നാലും ഉണ്ടല്ലോ നിങ്ങൾ ആദ്യം കഴിക്കാൻ വരുന്ന കടയാണ് കേട്ടോ. കാരണം എന്താണ്, തൊട്ടടുത്താണ്. അത് മാത്രമല്ല നല്ല ഫുഡാണ്. ഇപ്പൊ എത്ര തൊട്ടടുത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മോശം ഫുഡ് ഉള്ളിടത്ത് പോയി കഴിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ നമുക്ക് ഏറ്റവും നല്ല ഫുഡ് നല്ല പ്രൈസില് തൊട്ടടുത്ത് തന്നെ കിട്ടുന്ന ഒരു കടയാണ് നമ്മുടെ ഫ്രഷ് പാലസ്. ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ ദൂരേക്ക് ആയിരുന്ന സമയത്ത് ഇവർക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്താ സാധനം അറിയാമോ? മറ്റേ പോത്തുംകാലും പിന്നെ ഇവരുടെ പഴങ്കഞ്ഞിയും കഞ്ഞിയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ 10 താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കട തിരക്കി പിടിച്ച് വരുമായിരുന്നു. ഇപ്പൊ തൊട്ടടുത്ത് ഞങ്ങൾ കടയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈസി ആക്സസ് ആണ്. എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം. വൈകുന്നേരത്തെ ഈ ഒരു 4 മണി 5 മണി സമയത്ത് മാത്രം കേട്ടോ ഇവിടെ തിരക്കില്ലാത്തത്. ബാക്കി ഏത് സമയത്ത് വന്നാലും നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. ഇപ്പൊ കുറേ ഐറ്റം സാധനം വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് കഴിക്കാനുള്ള ഇനിയും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിനകത്ത് ആദ്യം ഞങ്ങൾ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ള ഷാപ്പിൽ കൂട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പോ കണ്ടോ. അതിനെന്തൊക്കെയാണെന്ന് അറിയാം? 2 ഊത്തപ്പമുണ്ട്, 2-3 പൊറോട്ടയുണ്ട്, കൊത്തു പൊറോട്ടയുണ്ട്, പിന്നെ കാന്താരി കപ്പയുണ്ട്, പിന്നെ ബീഫ് ഫ്രൈ അല്ല വരട്ടിയത്, പിന്നെ ബീഫ് കറി ഉണ്ട്, പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്. ഇതൊന്ന് ചമ്മന്തി. അതിന്റെ ഒപ്പം തന്നെ വരുന്ന ഈ വാരിയലിന്റെ ഈ ഒരു കറി കണ്ടാ, അടിപൊളിയല്ലേ? സെറ്റ് സാധനം. ഈ ഒരു മീനിന് മാത്രം എന്ത് വില കൊടുക്കേണ്ടി വരും? ഇത് കാണിച്ചേ. ഇതൊരു കോമ്പോ ആണ് കേട്ടോ. 10 ചോറിന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പോ. ഈ ഒരു മീൻ പൊള്ളിച്ചത്, പിന്നെ അതേപോലെ ചോറ് അതിങ്ങനെ മസാലയൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന പോലെ. പിന്നെ അച്ചാറുണ്ട്, ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, പിന്നെ വേറെ അച്ചാറുണ്ട്. ഇതെന്താ? ഇത് ചെമ്മീൻ അച്ചാറാണ് കേട്ടോ. പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ ബോറച്ച് ചുട്ടരച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ ഒരു മാങ്ങാപ്പഴം ഉണ്ട്. എങ്ങനെയുണ്ട്? ഈ കോംബോയ്ക്ക് വെറും 22 ദിറംസേ ഉള്ളൂ കേട്ടോ. ഇത് ഞങ്ങൾ അടുത്ത ഓർഡർ ചെയ്ത കോംബോ എന്ന് പറയും. ഇത് അടിക്കുക. ഇതാണ് ഉമ്മച്ചി ചോറ് അല്ലടാ, ഉമ്മച്ചി ചോറ്. ഇതിനകത്ത് ചെമ്മീനാണ് കേട്ടോ, പ്രോൺസ് ആണ് ചോറിനകത്ത് ഫുള്ള് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, പ്രോൺസിന്റെ അച്ചാറുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, മാങ്ങ ഉണ്ട്, ഇതും അവിടെ ചെമ്മീൻ കറി ഉണ്ട് കേട്ടോ. കോംബോ ഒക്കെ മിക്സ് ആക്കി. ഇവിടുത്തെ വാരിയലി ഞാൻ കഴിച്ചില്ല. ടേസ്റ്റ് ചെയ്താലോ? ജ്യൂസി പീസ്. എന്നിട്ടോ ഇനി ബാബു പറഞ്ഞേ. ബാബു ഏതൊക്കെ കോമ്പോ എല്ലാ ചോറ് മിക്സ് ആക്കിയിട്ടല്ലേ. നമ്മൾ എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്യണം. ഇത് രണ്ടാമത്തെ എന്നാ 10 ചോറല്ലേ, ഇത് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് മീൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മീൻ കഴിക്കുന്നില്ല. മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ടേസ്റ്റ്? നിങ്ങൾ എല്ലാവരും മീനിന്റെ ടേസ്റ്റ് പറയാം. മീൻ അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ഞങ്ങൾ കുറെ എടുത്ത് കഴിച്ചു കേട്ടോ. നോക്കാൻ പോലും സമയമില്ല. ചോറ് ഇളകി കഴിക്കത്തില്ലേ? ഈ ടേസ്റ്റ്. മറ്റേ ഇതിനാണെന്നുണ്ടെങ്കിലും കടുകൊക്കെ പൊട്ടിച്ചിട്ട് നല്ല
കണ്ടില്ലേ ബീഫ് എത്ര ജ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടില്ലേ എന്ത് ടേസ്റ്റ് അറിയോ ഭയങ്കര ടേസ്റ്റ് ഈ കോംബോ ഇല്ലേ ഇന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബീഫ് കേട്ടോ ഇത് ബീഫ് വരട്ടിയെന്നാണ് തോന്നുന്നത് നല്ല തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഇങ്ങനെ ഇതേ കൊണ്ടുപോകുന്നു കാന്താരി കപ്പ വിത്ത് ബീഫ് കറി ഒരു ബീഫ് വരട്ടിയത് പോലെ കഴിച്ചാലോ ഗ്ലാസ് ചെത്തുകളൂടെ കിട്ടിയ സെറ്റ് ഷാപ്പിൽ പോയി ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നല്ലോ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു കേട്ടോ അതേപോലെ മനസ്സും നിറഞ്ഞു കേട്ടോ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അവസാനം കുറച്ച് മാത്രം ബാക്കി നിന്ന് പാഴ്സലാക്കുക കേട്ടോ ചെയ്തത് ആ കഴിച്ച അത്രയും സാധനങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിൽ പലതും ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന മാത്രം ആ വാരിയിൽ മാത്രമാണ് വാരിയിലും അതേപോലെ ആ മീനിന്റെ ആ ഒരു കോംബോ ചോറ് ഉണ്ടായിരുന്നില്ലേ അതുമാണ് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തത് ബാക്കി എല്ലാം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും ഞങ്ങൾ പലതവണയായിട്ട് വന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ടേസ്റ്റ് ഓൾറെഡി അറിയാവുന്നതുമാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നാട് മിസ് ചെയ്യുന്നവർക്ക് നാട്ടിലെ ഫുഡ് മിസ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ഒരു മനസ്സ് നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഇനി ഞങ്ങൾ പോവാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് ഇഷ്ടപ്പെട്ടു ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസമല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഷാബിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഷാബിയല്ല ഇവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ എവിടേക്കാണ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ പറ്റുന്നവരൊക്കെ പോയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാകത്തില്ല അത് എൻ്റെ ഗ്യാരണ്ടിയാണ് പോയാലോ